നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ആസ്ട്രേലിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 11ാമത്തെ എപ്പിസോഡാണ് ഇത്. ഓസ്ട്രേലിയൻ ഗൈഡായ കമീലെ നയിക്കുന്ന മെൽബോണിലെ ഫിലിപ്പ് ഐലൻഡിലേക്കുള്ള ടൂറാണ് ഇത്. ഇപ്പം നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലമാണ് നോബിസ് സെൻറ്റർ. ഈ നോബിസ് സെൻറ്ററിനെ കുറിച്ചും മറ്റും കമീല തരുന്ന ചിലപ്പം വിശദീകരണത്തിലേക്ക് അല്പം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. Because of human interference in this part of the island. So, people were given the order and had to relocate their homes. And this area here is now managed by Phillip Island Nature Parks so that the wildlife can thrive. Which means that we are given temporary access during the day, but in a few hours, this part of the island will be completely closed to the public. All humans will be required to leave this part of the island. The idea is really to let the nature and the natural and the animals thrive, and as such, no humans allowed, which makes it a pretty beautiful spot to come to. Now you can see out there that beautiful smooth rock there. That is what we call the knobbies. That rock has been there for millions of years. And just behind it, you will see some flatter rocks. We call them Seals Rocks. And we call them this because they are home to the second largest colony of Australian fur seals. Now, they just had their breeding season, and during this time, we can get about 16,000 of these seals on these rocks. Now, they are very, very difficult to see with the naked eye because they are quite far away. However, if anyone has brought their binoculars with them, this is the stop where you want to take them out so that you can make the most of the beautiful wildlife that you will see. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ ഫിലിപ്പ് ദ്വീപിൻ്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള പോയിന്റ് ഗ്രാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എക്കോ ടൂറിസം കേന്ദ്രമാണ് നോബിസ് സെൻറ്റർ. നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് വിനോദസഞ്ചാരികളുടെ ഒരു പരദേശിയാണെന്ന് വേണമെങ്കിൽ പറയാം. മെൽബോൺ സന്ദർശിക്കുമ്പോൾ ഈ സ്ഥലം ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഫിലിപ്പ് ഐലൻഡ് ആണ് മെൽബോണിലെ വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം. ഫിലിപ്പ് ഐലൻഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങൾ, പല പോയിന്റുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഈ നോബിസ് സെൻറ്റർ. ഒരിക്കൽ സീൽ റോക്ക് സീ ലൈഫ് സെൻറ്റർ എന്നറിയപ്പെട്ടിരുന്ന ഈ കേന്ദ്രം ഫിലിപ്പ് ഐലൻഡ്സ് നേച്ചർ പാർക്കാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കൂടാതെ വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ, ഒരു കഫേ, കുട്ടികളുടെ കളിസ്ഥലം, ഒരു ഗിഫ്റ്റ് ഷോപ്പ് എന്നിവയും ഇവിടെ ഉണ്ട്. ഫിലിപ്പ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംരക്ഷണ ഉദ്യാനം കൂടിയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. 1996 സൃഷ്ടിക്കപ്പെട്ട ഈ പാർക്ക് വിക്ടോറിയൻ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. എന്നിരുന്നാലും മൃഗസംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി സ്വയം ധനസഹായം നൽകുന്ന ഒരു വാണിജ്യ ആകർഷണ കേന്ദ്രം കൂടിയാണ് ഇത്. 2000 ജനുവരിയിൽ ദ്വീപിൽ നിന്ന് എണ്ണ ചോർന്നതിനെ തുടർന്ന് കൈക്കൊണ്ട നെയ്ത് പെഗ്വിൻ സെറ്റുകൾക്ക് ലോകമെമ്പാടും ഒരു ആകർഷണം ഉണ്ടായി. മെൽബണിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പിൻപി 1805 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള നിരവധി വ്യത്യസ്ത പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണിത്. പാർക്കുകൾക്ക് പിരമിഡ് റോക്ക്, റയൽ ഇൻലെറ്റ്, സീൽ റോക്ക്, കേപ്പ് ഉളുമൈ എന്നിവ ഉൾപ്പെടുന്ന നോബിസ് സെൻറ്റർ സീലുകൾ, ഡോൾഫിനുകൾ, സ്രാവുകൾ എന്നിവയെക്കുറിച്ച് കാണുന്നതിനും പഠിക്കുന്നതിനുമുള്ള സൗകര്യവും പെൻഗ്വിൻ പരേഡ് കാണാനുമുള്ള സൗകര്യമുണ്ട്. പെൻഗ്വിൻ പരേഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇനത്തിൽപ്പെട്ട പെൻഗ്വിനുകൾ വെളുപ്പിന് 4 മണി 3 മണിയോടുകൂടി ഇത് കടലിലേക്ക് പോകും. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രദേശങ്ങളിൽ, ഈ പുൽമേടുകളിൽ വന്ന് അത് ചേക്കേറും.
അതാണ് കയറി വരുന്ന രീതിയും കാണുന്നതിനാണ്. അത് കയറി വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു പരേഡ് നടത്തുന്ന രീതിയിലാണ്, വരിവരിയായിട്ടാണ് കയറി വരുന്നത്. അതുകൊണ്ട് പെൻഗ്വിൻ പരേഡുകൾ വളരെ പ്രസിദ്ധമാണ് ഈ പാർക്കിൽ. ഇവിടെയുള്ള കോല കൺസർവേഷൻ സെൻറ്ററിൽ ചർച്ചിൽ ഐലൻഡ് ഹെറിറ്റേജ് ഫാം എന്ന് ഉൾപ്പെടുന്ന ഒരു പ്രത്യേക കാഴ്ചയും ആകർഷണ മേഖലകളായിട്ടുണ്ട്. ഫിലിപ്പ് ദ്വീപിലെ പെൻഗ്വിൻ പരേഡ് ലോകത്തിലെ ഏക വാണിജ്യ വേദിയാണ്. ഇവിടെ നമുക്ക് പെൻഗ്വിനുകളുടെ അവയുടെ സ്വന്തം പരിസ്ഥിതിയിൽ കാണാൻ കഴിയും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അതാണ്. കോല സംരക്ഷണ കേന്ദ്രം കോല ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിച്ചിരിക്കുന്നു. കൂടാതെ മരങ്ങളുടെ മുകളിലുള്ള ബോർഡ് വക്കുകളിൽ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കോലകളെ കാണാനുള്ള അവസരവും നമുക്ക് ലഭിക്കുന്നതാണ്. പാർക്കിൻ്റെ ഭൂരിഭാഗവും ഫിലിപ്പ് ഐലൻഡ് പ്രധാന പക്ഷി മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ പെൻഗ്വിനുകൾ, ഷോർട്ട് ടൈൽസ് ഷിയർ വാട്ടറുകൾ, പസഫിക് ഗളുകൾ എന്നിവയുടെ ഗണ്യമായ ജനസംഖ്യയെ പിന്തുണയ്ക്കുന്നതിലെ പ്രധാന കാരണം ബോർഡ് ലൈഫ് ഇൻ്റർനാഷണൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാർക്കിൻ്റെ ഭൂരിഭാഗവും ഫിലിപ്പ് ഐലൻഡിൻ്റെ പ്രധാന പക്ഷി മേഖലയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ രോമ സീൽ കോളനിയായ സീൽ റോക്സിനെ മറികടന്ന് ഏകദേശം 16,000 പേർ താമസിക്കുന്ന ഈ പ്രദേശത്ത് പ്രതിവർഷം 1.5 ദശലക്ഷം ആളുകൾ സന്ദർശിക്കുന്നുണ്ട്. ഈ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളിൽ ഏകദേശം 53% അന്താരാഷ്ട്ര സന്ദർശകരാണ്. സെൻറ്ററിന് പുറത്തുള്ള ബോർഡ് വക്കുകളിലെ ശൃംഖല സന്ദർശകർക്ക് സീൽ കോളനി, ദി നോബീസ്, ദി ഫ്ലോ ഹോൾ എന്നിവ കാണാൻ മതിയായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സന്ദർശനത്തിനിടയിൽ ഞാൻ കണ്ട ഒരു കങ്കാരുവാണ് അത്. തണൽ തേടി പോവുകയാണ്. മാത്രമല്ല വെയിൽ കൊണ്ട് വളരെ ക്ഷീണിതയായിരുന്നു. അതുകൊണ്ട് വിശ്രമിക്കുകയാണ് അത്. ഞങ്ങൾക്ക് പോകാനുള്ള ടൈം കഴിഞ്ഞു. ഏകദേശം 40 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ അനുവദിച്ചിരുന്നത്. നമ്മുടെ ഗൈഡ് കമീലയാണ് ഇത്. കമീല ഞങ്ങൾക്ക് സിഗ്നൽ തന്നു കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലേക്ക് പോവുകയാണ്. ഇനി അവരുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാം. He's got his head down like a little ostrich. Look at these. So they are not kangaroos, they are wallabies. I'm going to go nice and slow so that you can take a few pictures of them, guys. Hi. Lovely. Pretty cool. Now they are of course totally wild. And of course they come here because they are safe. I can see a few others actually, but they're very hard to see. When their heads are down, they are pretty difficult to spot. But how good. We can see a big one out there where those people are walking, but there's a few really close to us. 1, 2, 3, just there to the left. Now you can see this is really why this part of the island really left. They are really all around us. And of course, just a beautiful scenery on the left-hand side, made even more beautiful by all of these animals. And keep an eye on the sky as well. We do often see some hawks out here, especially when it's nice and windy. So just keep a little eye on the skies as well. This area as well. So if you see great big holes in the ground, they are penguin burrows. They are absolutely everywhere along this part of the island. They do not share their burrows, they have their very own for their family. And so whenever they're back on land, they return to their own burrow. And because they memorize this route, it means that if there's a few penguins also using that exact same route to get back, we end up with these little penguin tracks. So later on, when we go to the penguin parade, whenever you see these little gaps in the green and it looks like little walking tracks, make sure that you pay some attention because it means that this is exactly what it is. They are walking tracks from. വിശദമായിട്ടുള്ള പെൻഗ്വിൻ പരേഡ് കാണാൻ പോകുന്ന നമ്മുടെ യാത്ര തുടരുന്നു. ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.